ലോകം ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നിൽക്കുമ്പോൾ ഏവരും പ്രതീക്ഷിച്ചതുപോലെ ഒരു നീക്കമാണ് ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അവരവരുടെ സൈന്യത്തെ നീക്കി തുടങ്ങിയതായിട്ട് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം സ്കൈ ന്യൂസ് പുറത്തുവിട്ട ഒരു ഇന്റർവ്യൂവിൽ തായ്ലൻഡിന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി വ്യൂ ചി ചുങ് ആണ് ഈ വിവരം പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് രാജ്യം ഒരു അടിയന്തരാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തായ്വാനിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. ജനങ്ങൾക്കൊക്കെ ഇപ്പോൾ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ തായ്വാന്റെ തീരപ്രദേശങ്ങൾ ചൈനീസ് സൈന്യം കടന്നു കയറി പിടിച്ചെടുക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പൗരന്മാർക്ക് ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തായ്വാന്റെ പടിഞ്ഞാറൻ തീരത്ത് പ്രധാന ഫ്രണ്ട് ലൈൻ ദ്വീപിന്റെ പെങ്ഹുവിൽ ചൈനയുടെ വലിയ സൈനിക അഭ്യാസവും മറ്റും നടക്കുന്നുണ്ട്. അതായത് ചൈനീസ് കടന്നുകയറ്റമുണ്ടായാൽ, വലിയ ആക്രമണം ഉണ്ടായാൽ അതിനെ നേരിടുന്നതിനും ഒപ്പം തന്നെ കുടിയിറക്കപ്പെടുന്നവരെ എങ്ങനെ സംരക്ഷിക്കണമെന്നുള്ളതുമാണ് ജനങ്ങൾക്ക് ഇപ്പോൾ ട്രെയിനിങ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾ കൂടുതൽ സീരിയസ് ആയിട്ട് എടുക്കണമെന്നും ഈ ഒരു പ്രക്രിയയിൽ പങ്കെടുക്കണമെന്നുമാണ് പറയുന്നത്. ഏതായാലും ചൈനീസ് ആക്രമണം ഏതു നിമിഷവും ഉണ്ടാകാം എന്ന് തായ്വാൻ കരുതുന്നു. അതുമാത്രവുമല്ല, നഗരങ്ങൾക്ക് ചുറ്റുമൊക്കെ മിസൈലുകളും മറ്റും നേരത്തെ തന്നെ തായ്വാൻ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടയിൽ തായ്വാന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം തായ്വാന് 32% താരിഫ് അടിച്ച് കൊടുക്കുകയും കൂടി ചെയ്തിരിക്കുന്നു. ഏതായാലും ഈ അമേരിക്ക തങ്ങളെ സംരക്ഷിക്കുമോ എന്ന ചോദ്യത്തിന് തായ്വാന്റെ പൗരന്മാർ പറയുന്ന മറുപടി ഇങ്ങനെയാണ്: ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളാത്തൊരു നേതാവാണ്, ഒരു ഭ്രാന്തനായ നേതാവാണ് എന്നാണ് പറയുന്നത്. അതായത് അമേരിക്ക ഈ ചൈനീസ് ഇൻവേഷൻ അല്ലെങ്കിൽ ചൈനയുടെ ആക്രമണത്തിൽ നിന്നും തായ്വാനെ രക്ഷിക്കുമെന്ന് തായ്വാനിലുള്ള ഒരു ജനവും കരുതുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ട്രംപ്, നമുക്കറിയാം ജോ ബൈഡന്റെ ഭരണകാലത്തൊക്കെ വലിയ രീതിയിൽ തന്നെ തായ്വാന് പ്രൊട്ടക്ഷൻ ഒരുക്കിക്കൊണ്ട് അമേരിക്കയുടെ വാർഷിപ്പുകളും മറ്റുമൊക്കെ തായ്വാന്റെ കടലിടുക്കിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും വാർഷിപ്പുകൾക്കൊന്നും കുറവുണ്ടാകില്ല. പക്ഷേ ട്രംപ് ആയതുകൊണ്ട് വിശ്വസിക്കാൻ കൊള്ളാത്തവൻ എന്നാണ് പൗരന്മാർ പറയുന്നത്. ഏതായാലും ചൈന 2027 മുമ്പ് ഈ തായ്വാൻ പിടിച്ചെടുക്കുമെന്ന് ഇപ്പോഴുള്ള ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് അധികാരത്തിൽ ഏറിയപ്പോൾ പറഞ്ഞിരുന്നു. ഈ അടുത്ത കാലത്ത് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ കാലാവധി 2027 അവസാനിക്കുകയാണ്. അവസാനിക്കുന്നതിന് മുമ്പ് തായ്വാൻ ചൈനയുടെ ഭാഗമാകുമെന്ന ഈ അടുത്ത ദിവസവും കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. ഏതായാലും ചൈന വളരെ കാലമായി തായ്വാനെ വളഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ സൈന്യാഭ്യാസം നടത്തുന്നു. അവരുടെ പോർ വിമാനങ്ങൾ കഴിഞ്ഞ ദിവസം തായ്വാന്റെ മുകളിലൂടെ പറക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നു. ഏതായാലും ഒരു യുദ്ധസമാന സാഹചര്യമല്ല, യുദ്ധം തന്നെയെന്ന് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്.